കോട്ടയം നഗരസഭയിൽ 211 കോടി കാണാതായ സംഭവത്തിൽ പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു. ഈ മാസം 31-നാണ് അടിയന്തര കൗൺസിൽ വിളിച്ചിരിക്കുന്നത്. അതേസമയം വിഷയം നിസ്സാരവൽക്കരിക്കുകയാണ് ഭരണകക്ഷിയായ UDF. കോട്ടയം നഗരസഭയിൽ നിന്നും 211 കോടി കാണാതായ സംഭവത്തിൽ ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ട് സെക്രട്ടറിയുടെ കൈവശം എത്തിയതോടെയാണ് കൗൺസിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി വിശദീകരണം നൽകുമെന്നാണ് വിവരം. അതേസമയം വിഷയം ലഘൂകരിക്കാനാണ് UDF ശ്രമം. നഗരസഭയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പെൻഷൻ തട്ടിപ്പ് മറയ്ക്കാനാണ് 211 കോടിയുടെ ആരോപണമെന്നാണ് UDF നിലപാട്. കോട്ടയം നഗരസഭയിൽ ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ ഈ വാർത്തകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെ ക്ഷേമ പെൻഷൻ്റെ ആയി ബന്ധപ്പെട്ട തുകകൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടിലേക്ക് വകമാറ്റി ചെലവഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വിഷയങ്ങളാണ് ഇതിൻ്റെ തുടക്കം. പക്ഷേ ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സമരക്കാരൊക്കെ അതിലേക്ക് കടക്കുന്നത്. പെൻഷൻ തട്ടിപ്പിൽ നഗരസഭാ ജീവനക്കാരനായ അഖിൽ സി വർഗീസിനെതിരെ നടപടിയുണ്ടായത് കഴിഞ്ഞ ആഗസ്റ്റിൽ. എന്നാൽ 2023 ഡിസംബർ 22-നാണ് 211 കോടിയുടെ ക്രമക്കേട് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയത്. വസ്തുത ഇതായിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് UDF ശ്രമം. വിഷയത്തിൽ ഭരണസമിതി ഇതുവരെയും ഔദ്യോഗിക വിശദീകരണം നടത്തിയിട്ടില്ല. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.